കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. മാർച്ച് മാസത്തെ ഫലങ്ങൾ, അതായത് കാർത്തിക രോഹിണി മകീരത്തിന്റെ പകുതി എന്ന ഇടവക്കൂറുകാർക്കുള്ള മാർച്ച് മാസ ഫലമാണ് ഇവിടെ പറയുന്നത്. ഇടവക്കൂറുകാർക്ക് മാർച്ച് മാസത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യം തന്നെ എന്ന് പറയാം. ഇവരുടെ പൊതുവെ ഒരു ഗ്രഹസ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇടവൻ രാശി തൊട്ട് കണക്കാക്കുകയാണെങ്കിൽ 7-ൽ വ്യാഴവും 8-ൽ ശനിയും 9-ൽ ശുക്രനും 10-ൽ സൂര്യനും 11-ൽ ബുധനും 12-ൽ ചൊവ്വയുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഗ്രഹങ്ങളെ കൊണ്ട് നോക്കുകയാണെങ്കിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള 8-ൽ ശനി മാത്രം കുറച്ച് ദോഷകരമായി വരുന്നുണ്ടെങ്കിലും കർമ്മമേഖലയിൽ ഇവർക്കത് ബാധിക്കുകയില്ല. കർമ്മസ്ഥാനം കൊണ്ട് അവർക്കത് പുരോഗതികൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. കുറെ കാലമായി വിദേശ കാര്യങ്ങളിലേക്കെല്ലാം ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ജോലി വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് അംഗീകാരമുള്ളതും ഗവൺമെന്റ് അനുകൂലപരമായിട്ടുള്ള ജോലികളെല്ലാം കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ ഇടവക്കൂറുകാർക്ക് എല്ലാവർക്കും ഈ ജോലി കിട്ടണം എന്നില്ല. ഗവൺമെന്റ് ജോലി ജാതകത്തിൽ വളരെ വിശദമായി ജാതകത്തിൽ നല്ല ഒരു ദശ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും, ചുരുക്കി പറയുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രത്തിന്റെ ജനിച്ചിരിക്കുന്നവർക്കെല്ലാം ഇടവക്കൂറുകാർക്ക് ഏകദേശം 20 വയസ്സിന് ശേഷം 38 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ രാഹുർ ദശയാണ് നടക്കുന്നത്. ആ രാഹുർ ദശ ബലവാനാണോ, നല്ല പൊസിഷനിലാണോ ജാതകത്തിൽ നിൽക്കുന്നത് എന്നും കൂടെ ചിന്തിച്ചു കഴിഞ്ഞ് ആ പൊസിഷൻ ഏകദേശം അനുകൂലപരമാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഭാഗ്യം തെളിഞ്ഞ് PSC വഴിയുള്ള ഗവൺമെന്റ് ജോലിയെല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏകദേശം 17, 10, 20, 35 വയസ്സ് വരെയുള്ള കാലഘട്ടം, അതായത് ചന്ദ്രദശയിൽ ഇരിക്കുന്ന കാരണം 7, 5, 12, 30 വയസ്സ് വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ 30 വയസ്സ് വരെയുള്ള 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതേ രാഹുദശ തന്നെയാണ് 30 വയസ്സുള്ള ഒരു കാലഘട്ടങ്ങളിൽ വരുന്നത്. ആ രാഹുദശയിൽ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പീരീഡൊക്കെ ആണെങ്കിൽ ശുക്രന്റെ അപഹാരങ്ങൾ തൊട്ട് കുറച്ച് ഗുണഫലങ്ങൾ വരുവാനുമുണ്ട്. അതും ജാതകത്തിൽ വിശദമായി പരിശോധിച്ചതിന് ശേഷമേ അത് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. ഗവൺമെന്റ് ജോലി കിട്ടും, ഇടവക്കൂറുകാർക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിലും ഇവ കൂടി പരിഗണിച്ചതിന് ശേഷമേ അത് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ മകീര നക്ഷത്രത്തിൽ പഠിച്ചിട്ടാണെങ്കിൽ ഇടവക്കൂറുകാർക്കാണെങ്കിൽ ഏകദേശം 21 വയസ്സ് വരെക്കുള്ള കാലയളവിൽ രാഹുദശ കഴിയുകയും അതിനുശേഷം വരുന്ന വ്യാഴദശ ഏകദേശം 36 വയസ്സ് വരെക്കുള്ള വ്യാഴദശ, വ്യാഴൻ ജാതകത്തിൽ അനുകൂല ഭാവത്തിലും കർമ്മസ്ഥാനത്തിലും ത്രികോണസ്ഥാനത്തിലെല്ലാം ലാഭസ്ഥാനത്തിലെല്ലാം നിൽക്കുകയാണെങ്കിൽ പലവിധ യോഗങ്ങളും അതുപോലെ തന്നെ പലവിധ ഗുണാനുഭവങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ജോലിക്കുള്ള അംഗീകാരങ്ങളും ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഇത് ദുർബലനാണെങ്കിൽ നേരെ സ്ഥിതി ഈ ഇടവക്കൂറുകാർക്ക് പൊതുവെ ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള PSC പരീക്ഷകളിൽ വിജയങ്ങളും അതുപോലെ തന്നെ അതുവഴി ജോലി കിട്ടുവാനുള്ള സാധ്യതയും പറഞ്ഞപ്പോൾ അത് ഇടവക്കൂറുകാർക്ക് തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ജാതകം കൂടെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷമേ ഇത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇത് പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. അപ്പൊ അതുകൂടെ പരിഗണിക്കണം. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്കാണെങ്കിൽ ഈ സമയങ്ങളിൽ അനുകൂലപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ജോലികളെല്ലാം ലഭിക്കുവാനുള്ള സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ വ്യവസായ മേഖലയിൽ ഉള്ളവർക്ക് വ്യവസായ മേഖലയിൽ കുറെ കാലമായി ഏതാനും 2 മാസമായി ഡെല്ലായി നിൽക്കുന്ന, അതായത് ബിസിനസ് ലോ ലെവലിൽ നിൽക്കുന്നവർക്കെല്ലാം അതെല്ലാം ഒന്ന് മാറി ഒരു വലിയ ഒരു ലെവലിലേക്ക് വരുവാനുള്ള സാധ്യത പൂർണ്ണമായി കാണുന്നുണ്ട്. ഗോൾഡ് ബിസിനസ്, അതായത് സ്വർണ്ണാഭരണ മേഖലകൾ പ്രവർത്തിക്കുന്ന ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം വൻ ലാഭത്തിൽ വരുവാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതയും ഈ മാസത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. കുറെ കാലമായി വിവാഹങ്ങൾ ഒന്നും തരപ്പെടാതെ നിൽക്കുന്ന പുരുഷന്മാർക്കെല്ലാം
അതെല്ലാം ശരിയായി വരുവാനുള്ളൊരു സാഹചര്യവും കാണുന്നുണ്ട്. വിദേശ പഠനത്തിനും വിദേശ ജോലിക്കും ശ്രമിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും എല്ലാം ഏകദേശം മാർച്ച് അവസാനത്തോടുകൂടി അതെല്ലാം സാഫല്യമായി വരുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം കുറെ കാലമായി പ്രമോഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർക്കെല്ലാം കുറച്ചു കാലമായിട്ടുള്ള ആ ഒരു തടസ്സമെല്ലാം മാറി അത് വിജയത്തിലേക്ക് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലാളികൾക്ക് 12-ലുള്ള ചൊവ്വ അനുകൂലമല്ലെങ്കിൽ 11-ലുള്ള ബുധനും കർമ്മസ്ഥാനത്തിലുള്ള സൂര്യനുമെല്ലാം അനുകൂലമായിരിക്കുന്ന കാരണം കൊണ്ട് ദൈവാധീനം കുറച്ച് ഉള്ളത് കാരണം കൊണ്ടും അവർക്കെല്ലാം വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു സമയം തന്നെയാണ്. പ്രമോഷൻ കിട്ടുവാനുള്ള സ്ഥാനമാന മാറ്റങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ജലത്തിൽ യാത്ര ചെയ്യുന്ന അവർക്കും ജലത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ആകാശയാത്ര ചെയ്യുന്നവർക്കും ആകാശത്തിൽ വിമാനയാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കും വാഹന സംബന്ധമായിട്ടുള്ളവർക്കും എല്ലാം വളരെ ഭാഗ്യപരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കാണുന്നത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുറെ കാലമായി കുറച്ച് പിന്നോട്ട് നിന്നിരുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് വരികയും അതിൽ വിജയസാധ്യത കാര്യങ്ങളിലും തടസ്സങ്ങളെല്ലാം നീങ്ങി വരികയും ചെയ്യുന്നതാണ്. ഗവൺമെന്റ് അതേ സമയത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പെട്ടിരിക്കുന്നവർക്കുമെല്ലാം കുറച്ചൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത്. ആ ആശ്വാസം കുറച്ച് കൂടിക്കൂടി വരികയും അവരുടെ ഉദ്ദേശമനുസരിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പരാജയങ്ങൾ നേരിട്ടവിടെയെല്ലാം വിജയങ്ങൾ വരിക്കുവാനും മുഖം രക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നവർക്കെല്ലാം അതിൽ നിന്നും മോചനം നേടുകയും അതുപോലെ തന്നെ കുറ്റാരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ളവർക്കെല്ലാം ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു സമയം കൂടി ഈ മാസത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. പൊതുവെ വൃശ്ചിക രാശികൾക്ക് പറയുകയാണെങ്കിൽ ഗുണദോഷം മിശ്രത്തിൽ ഗുണം തന്നെ എന്നാണ് ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഇവർക്ക് പറയുവാനുള്ളത്. നമസ്കാരം.